ഉണ്ടോ? ആർക്കെങ്കിലും അറിയോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഇതിന് ഗൗരവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു യതീം നമ്മുടെ നാട്ടിലുണ്ടോ? പൊതുപ്രവർത്തകരായ ആളുകൾ ആ കാര്യത്തിൽ പൊതുപ്രവർത്തകരായ ആളുകൾ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും പൊതുപ്രവർത്തകരാകണം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അൻഫഉഹു ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അവിടെ ആ ഹദീസിന് മറുപടി പറഞ്ഞത് നിസ്കരിക്കുന്നവനെന്നല്ല, അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നവനെന്നല്ല. റസൂലുള്ളാഹിയുടെ മറുപടി പറഞ്ഞത് അൻഫഉഹു ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യണം, നിർബന്ധമാണ്. നമ്മുടെ ചത്തിലാത്ത ദ്വീപിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു യതീമായ ഏതെങ്കിലും ഒരു ബാലനോ ബാലികയോ ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു പോറലും ഏൽക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ തരത്തിൽ തന്നെ ആ യതീമായ മക്കളും ജീവിക്കണമെന്ന വലിയ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മളത് ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു യതീമിന്റെ വീടിന്റെ അവസ്ഥയെ കുറിച്ച്? ഞാൻ പറയുന്നത് യതീമായ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ രക്ഷിതാക്കളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചല്ല, രക്ഷിതാവില്ലാത്ത യതീമുകളുണ്ടാവും. അതായത് ചിലപ്പോൾ ഉപ്പ മരിച്ചാൽ എളാപ്പ ആ കാര്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ടും സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ലാതെ വിധവയായ ഒരു ഉമ്മയും പിന്നെ പറക്കമുറ്റാത്ത മക്കളുമാണെങ്കിൽ ആ മക്കളുടെയും ആ വിധവകളുടെയും കാര്യം നമ്മൾ ഏറ്റെടുത്തേ മതിയാകൂ. പിന്നെ ആരേറ്റെടുക്കും? അതാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, മാതൃക. അത് പിന്തുടരേണ്ടവരാണ് നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഹൃദയം കാഠിന്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് സ്വഹാബത്ത് രാവലാതി ചോദിക്കുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് യതീമിന്റെ തല തടവി കഴിഞ്ഞാൽ നിന്റെ ഹൃദയം നർമ്മമാകും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആതുഇമിൽ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം, നിന്റെ ഹൃദയകാരുണ്യത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്തിന്റെ ദിവസമാണ്. രാവുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഇന്നത്തെ സൂര്യാസ്തമനത്തോടു കൂടി നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചു. മറ്റുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചെല്ലുന്നതിനേക്കാൾ പവറാണ് ഈ വെള്ളിയാഴ്ച രാവിൽ, അഥവാ ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുന്ന എല്ലാ സ്വലാത്തിനും മലക്കുകളുടെ പ്രത്യേകമായ അകമ്പടിയോടുകൂടി മദീന മുനവറയുടെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെയൊക്കെ ചങ്കിലെ ചോരയായ കടലിന്റെ കാതലായ നമ്മുടെ എല്ലാ നിരക്കുമുള്ള ആവശ്യമായ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇന്നാലിന്നയാളുടെ ഇന്നാലിന്റെ മകൻ നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുന്ന രാവാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവ്. മുത്തുനബിയുടെ ഹദീസാണ് ജുമുഅ ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ അധികരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വലാത്ത് ചൊല്ലലും പാപം കൊടുക്കാൻ കാരണമാണെന്ന് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല പറഞ്ഞു. ആ സ്വലാത്ത് ചൊല്ലൽ റബീഉൽ അവ്വൽ മാസം മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ആ റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച രാവിലെ നമ്മളോട് ഒത്തുകൂടുമ്പോ ഈ ഒരു സദസ്സിൽ നിന്ന് മാത്രം ചൊല്ലി പിരിയേണ്ടതല്ല സ്വലാത്ത്. വെള്ളിയാഴ്ച രാവ് കടന്നു വരലോടുകൂടി സ്വലാത്തിനായി നമ്മൾ സമയം മാറ്റിവെക്കണം. സ്വലാത്ത് നമ്മൾ എത്ര ചൊല്ലിയാലും മതിയാവില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, എല്ലാ അമലുകളും നാളെ ചിലപ്പം അല്ലാഹുവിന്റെ അടുത്തെത്താൻ തള്ളപ്പെട്ടേക്കാം. ഏത് നിലയ്ക്ക് നമ്മൾ ആളുകൾ കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അതിനൊന്നും ഒരു പ്രതിഫലം ഉണ്ടാവില്ല. സ്വലാത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ അറിയാതെ വന്നു പോകാണ് ഞാൻ
ഞാനും എന്റെ മലായികത്തും നിസ്കരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിലില്ല. ഞാനും എന്റെ മലായികത്തും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമേൽ പവറാണ് സ്വലാത്ത്. സ്വലാത്ത് പല തരത്തിലുണ്ട്. നമ്മൾ നാല് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്തുൽ തിബുണ്ട്, സ്വലാത്തുൽ താജ് ഉണ്ട്. താജ് സ്വലാത്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. മുത്തനബിയെ സ്വപ്നം കാണുന്ന സ്വലാത്തായിട്ടാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സാഹിബിൽ താജ് വൽ മഅറാജ് വൽ ബറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ബലാഇ വൽ ഖഹദി വൽ മർദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്റൂഉൻ മംബൂഷുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അർദി വൽ അജം ഇസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതക്കറുൻ മനവറുൻ ഫിൽ ബൈതി വൽ ഹറം ശംസുൽ ലുഹാ ബദറുൽ ദുജാ സദറുൽ ലുലാ നൂറുൽ ഹുദാ كفر الورى مصباح العلم جميل شيم شفيع الامم صاحب الجود والكرم الله عزمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الحبيبين رحمة للعالمين راحة العاشقين مراد المستقيم شمس العارفين سراج السالكين مصباح المقربين مجيب الفقراء والغرباء والمساكين سيد الثقلين نبي العالمين امام القبلتين ووسيلتنا في الدارين صاحب القاب قوسين محمود رب المشرقين والمغربين جد الحسن والحسين مولانا مولى الثقلين ابو القاسم محمد بن عبد الله نور من نور الله يا ايها المستغفرون بنور جماله صلوا عليه وسلموا تسليما. വൈക്കെടുക്കലില്ല, ഒരു പേടി പേടിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ 15 ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇതങ്ങോട്ട് ചൊല്ലിയാൽ 16ാമത്തെ ദിവസം ഉറപ്പായി നമുക്ക് കാണാൻ പറ്റും. എന്നെ എവിടുന്നാണ് കിട്ടുക? രാവിലെ മുതൽ വൈകുന്നേരം മുതൽ ഉറക്കമില്ലാത്ത ടൈം വരെ സുബഹി വരെ നമ്മൾ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ വാട്സപ്പും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും വേണ്ടതുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുണ്ടല്ലോ. എവിടെയാണോ വൈഫൈ കിട്ടുക അവിടെ ഓണാക്കാൻ മതി. അത് കിണറിന്റെ പക്കത്താണെങ്കിലും ശരി, കക്കൂസിലാണെങ്കിലും ശരി. ഞാൻ പറയുന്നത് ഇന്ന് കക്കൂസിലേക്ക് പോകാം. ഇത് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. പോകണമെങ്കിൽ ഇതില്ലാത്ത സാഹചര്യം ചിലർക്കുണ്ട്. അത് ചില ആളുകൾക്ക് പീഡിപ്പിച്ചില്ലാതെ കക്കൂസ് പോകാൻ പറ്റില്ല. ഒരു കറണ്ട് ഉണ്ടായാലും എന്ത് ചെയ്യുള്ളൂ, ചിലർക്ക് പേപ്പറിന്റെ കഷ്ടമാണ്, അവിടെ പോയി ഇങ്ങനെ വായിക്കണം. അപ്പോഴേ അതങ്ങോട്ട് പ്രാകത്താവുള്ളൂ. അല്ല, ഓരോരുത്തരും സ്വകാര്യ ജീവനാണ്. അങ്ങനെ അടിമപ്പെട്ടു പോയ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കക്കൂസിൽ പോകുന്നതോടെ പോകുള്ളൂ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കേണ്ട സ്ഥലം കുറേ നേരം എന്താ അവിടെ ഇരിക്കാത്തോ? എത്രയും പെട്ടെന്ന് പോരേണ്ട സ്ഥലം. നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞേ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കലേണ്ടത്. എന്താ അർത്ഥം? അർത്ഥം എല്ലാവിധ തീർത്ഥമാരെ തൊട്ടിച്ച് കാക്കുന്നത്. കാരണം ഓരോ സ്ഥലമാണ് അവിടെ. അവിടേക്കാണ് ഇത് എത്തി ചെല്ലുന്നത്. ഇപ്പൊ റാഹത്തായി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതിന് പറ്റിയ സാധനങ്ങൾ മസാലയിൽ പോലെ ഇരിക്കാം. കാലിന്റെ മുട്ടിന് പ്രശ്നം വരില്ല, ഒന്നും ഒരു പ്രശ്നവും വരില്ല. റാഹത്തായിട്ട് 2 GB 3 GB ഒക്കെ കഴിഞ്ഞ് റാഹത്തായി വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു MP മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് സെർച്ച് ചെയ്തുകൊണ്ട് അതൊന്ന് കാണാതെ പഠിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഹൈറാവും. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ആരെയും കുറ്റം അങ്ങനെ കരുതരുത്. ഇപ്പൊ ചൊല്ലിയ താജ് സലാത്ത് ദിവസവും കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഈ താജ് സലാത്ത് നമ്മളൊരു വിരുദ്ധായി നമ്മൾ കാണാം. ഒരു വിരുദ്ധ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷമോ അതല്ലെങ്കിൽ മഗ്‌രിബിനോ. എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം കേട്ടോ, ഈ വിഷയം ശ്രദ്ധിക്കണം. താജ് സലാത്ത് നിങ്ങൾക്ക് കിട്ടൂലെന്നുണ്ടെങ്കിൽ നമ്മുടെ SKSF സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ല എന്ന് പറഞ്ഞ് അതിൽ താജ് സലാത്ത് ഉണ്ട്. ഇനി MP കളൊന്നും കണ്ടെങ്കിൽ അതിൽ വേജാറായിട്ട് ഞാൻ MP കളെ നിൽക്കേണ്ടത് വിചാരമല്ല. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ്
മുത്തുനബിയെ സ്വപ്നം കാണുന്ന സ്വലാത്തായിട്ട് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്താണ്. ഞാൻ സ്വലാത്തിന്റെ കാര്യം ഇത്രമേൽ ഊന്നി പറയുന്നത് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ മുഴുവനും നേടിയെടുക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ മുത്തുനബി ഉപയോഗിക്കുന്നതിനോട് പറഞ്ഞു. ഒന്ന് ദുന്യവിയാണ്, മറ്റൊരു ഉഖ്റവിയുമാണ്. ഇതൻ നിന്റെ മനപ്രയാസങ്ങൾ സർവ്വതും ഇല്ലാതെയാകുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെയാണ് മനപ്രയാസം ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും, അത് സർവ്വതും ഇല്ലാതെയാകും. പിന്നെ നാളെ ലോകത്തേക്ക് ചെല്ലുമ്പോഴുള്ള മനപ്രയാസം ഒഴിവാക്കാനാണ് നിന്റെ സർവ്വമായ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത്, ആ സ്വലാത്ത് നമ്മൾ കൊണ്ട് നടക്കുക, താജ് സ്വലാത്ത് കൊണ്ട് നടക്കുക. അതല്ലെങ്കിൽ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് നടക്കുക. അതല്ലെങ്കിൽ നാരിയത്ത് സ്വലാത്ത് കൊണ്ട് നടക്കുക. സ്വലാത്തുൽ തിബ്ബ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനുൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇത് സർവമാന ദിവസങ്ങളും കൊണ്ട് നടക്കുകയാണെങ്കിൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ശിഫയുണ്ടാവുന്ന സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വ മിഖ്ദാരിഹി അലീം എന്ന് പറയുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ മഹ്ശറാവൻ സഭയിൽ ഇരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി നമ്മൾ കേണപേക്ഷിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിലേക്ക് ഏറ്റവും അടുത്തവൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിഥീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സ്വലാത്ത് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻസിൽഹു മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ എന്ന് പറയുന്ന സ്വലാത്ത് അത് വല്ലാതെ അധികരിപ്പിച്ചാൽ മുത്തുനബിയുടെ ശഫാഅത്ത് കരഗതമാക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇഷ്ടാദി ഹദീസ് വളരെ വിശദമായി പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് വെറുതായി നമ്മൾ കൊണ്ട് നടക്കണം. വെറുതല്ല, വെറുതായി നമ്മൾ കൊണ്ട് നടക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലേണ്ട കഴിഞ്ഞിട്ട് നമ്മുടെ സൂറത്തിൽ ഫാത്തിഹയും അതുപോലെ തന്നെ യാസീനും തബാറക്കയും ഉൾപ്പെടുത്തുന്നവരാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്വലാത്തിലേക്ക് മഗ്‌രിബ് നമസ്കാരം, ഈ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ സ്വലാത്ത് കൊണ്ടുവരിക. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വെറുതായി കണക്കാക്കണം. ഈ സദസ്സിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അക്സിറു മിനസ്സലാത്ത് അലയ്യ യൗമൽ ജുമുഅ, പരിശുദ്ധ ജുമുഅയുടെ ദിവസത്തിന്റെ രാവിലെ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. എന്റെ ഫഇന്നഹു മശ്ഹൂറുൻ തസ്വതുൽ മലായിക, അന്ന് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന് സാക്ഷികളായി ഉണ്ടാവുക അല്ലാഹുവിന് വേണ്ടി സദാസമയം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലാഖമാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ്. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിന്റെ പ്രത്യേകതയാണ് ഇന്ന അഹദൻ യുസല്ലി അലയ്യ ഇല്ലാ ഉലബത അലയ്യ സ്വലാത്തുഹു ഹത്താ യഖ്റുബ മിന്നാ ഖുൽതു വബഅദൽ മൗത് ഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയാ. നബിയേ, ഈ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ചോദിക്കുകയാണ്, നബിയേ, ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് ശരിയാണ് ശരിയാണ്. ഓരോ വെള്ളിയാഴ്ച രാവിലെ മലായികത്ത് അങ്ങയുടെ അടുപ്പിറന്നുകൊണ്ട് പറയും, നബിയെ ആളുകൊണ്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, കാരണം അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നബിയെ അങ്ങയുടെ വഫാത്തിന് ശേഷം നബിയെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തുക? അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് നമ്മളുടെ ഇടയിലുള്ള ചില ആളുകളുടെ ചോദ്യമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ ഒരു കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി നേരം വിളിക്കാനുണ്ട്. നേരം വെളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. നമ്മളൊക്കെ പ്രത്യേകമായി ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട രാവ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകമായി ആത്മാർത്ഥമായി ഇന്നത്തെ രാവൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖും ഖുവ്വത്തും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ വയലിന്റെ പേരിൽ ഒരൊറ്റ നിസ്കാരവും മുടങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് സുബഹി നമസ്കാരം. സുബഹിക്ക് നമ്മൾ കറക്റ്റായി അതായി തന്നെ നമ്മൾ നിസ്കരിക്കണം. അത് പ്രത്യേകം ഉമ്മമാരും നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വയലിന്റെ പേര് പറഞ്ഞ് 11:30 12 മണിയായി ചെന്ന് കടക്കുമ്പോൾ ചിലപ്പോൾ 1 മണിയാകും. പിന്നെ 2 3 4